മതി, വാ തുടങ്ങാം. പോർക്ക് കൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചൈനീസ് സാധനമാണ് ഉണ്ടാക്കുന്നത്. പോർക്ക് കൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം ആദ്യമായിട്ട് ചെയ്യാട്ടാ. മഷിയുടെ പേര് വെറുതെ വളവളാന്ന് വർത്താനം പറഞ്ഞിരിക്കണം. നേരത്തിൽ സ്ലോവില് സമയം എടുത്ത് എഴുതിക്കൂടെ? ഞാൻ എഴുതി കൊടുത്തോളണം. എനിക്ക് ഓർമ്മയിട്ടത് ഇഷ്ടം പോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ചെമ്മീനും പോർക്കും, ചെമ്മീനും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് പോർക്ക് കൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ചൈനീസ് സാധനമാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ബ്രൂണയിലുള്ള മിനി ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ആള് എറണാകുളംകാരിയാണ്. അപ്പോൾ നമുക്ക് കുറേ പേര് റെസിപ്പികൾ പറഞ്ഞു തരാറുണ്ട്. പക്ഷേ റെസിപ്പി പറഞ്ഞു തരുന്നതിൻ്റെ ഒപ്പം തന്നെ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് അയച്ചു തരുന്നത് ആദ്യമായിട്ട് മിനി ചേച്ചിയായിരിക്കും. അപ്പോൾ ചൈനീസ് സാധനം ആയതുകൊണ്ട് തന്നെ അതിലേക്ക് സോസുകൾ വേണമല്ലോ. ഈ സോസുകളൊന്നും ആൾ പറയണത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സോസും ഒറിജിനൽ ചൈനീസ് സോസും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന സോയാ സോസ് ശരിക്കുള്ള ചൈനീസ് അവരുപയോഗിക്കുന്ന ചൈനക്കാർ ഉപയോഗിക്കണ അവിടെ കിട്ടുന്ന ചൈനീസ് സോസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ റെസിപ്പി അത് സാധാരണ ഒരു നമ്മളിങ്ങനെ സംസാരിക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആ ചേച്ചി നമുക്ക് മെസ്സേജുകൾ അയക്കും, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ സാധാരണ യൂഷ്വൽ നമ്മൾ സംസാരിക്കണതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ് ആൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് പോർക്ക് ബ്രിഞ്ചൽ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കിയ ചൈനീസ് സാധനം, നല്ല ടേസ്റ്റ് ആയിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് അതെന്തിട്ട് സാധനം, ഞാൻ കേട്ടിട്ടില്ല, പോർക്കും ഈ വഴുതനങ്ങയും കൂടി ചേർന്നിട്ടുള്ള സാധനം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ചേച്ചി പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞുതരാന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു തന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ അടുത്ത് നമ്മുടെ അഡ്രസ്സ് ചോദിച്ചപ്പോൾ ഞാൻ എന്തിനാണാവോ വല്ല ഗിഫ്റ്റ് അയക്കാനാവോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ അഡ്രസ്സ് കൊടുത്തില്ല. അപ്പോൾ വീണ്ടും എന്താ മോളെ അഡ്രസ്സ് അയക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ 2-3 വട്ടം ചോദിച്ചപ്പോൾ അഡ്രസ്സ് കൊടുത്തു. അപ്പോഴാണ് എന്നോട് പറയണത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചില സോസുകളുണ്ട്, അത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു മാസമൊക്കെ ഉണ്ടാവും. ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും. കുറേ നാളായിട്ടുണ്ട് കേട്ടോ. ഒരു മാസം 2-3 ആഴ്ചയുണ്ട് എന്തായാലും ഈ സാധനങ്ങളൊക്കെ വന്ന് ഇവിടെ ഇരിക്കണു. അപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ റെസിപ്പി പറഞ്ഞു തന്നിട്ടും കുറേ നാളായി. അപ്പോൾ നമ്മൾ ചെയ്യാൻ വൈകിയതിൽ മിനി ചേച്ചിയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോകണം. ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തിട്ടൊക്കെയാന്ന് നോക്കട്ടെ. ചേട്ടൻ തുറന്നു. വീണ്ടും കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. അത് ആമസോണിൽ ഇല്ല, ഉള്ളതൊക്കെ ചേച്ചി അയച്ചിട്ടുണ്ട്. അപ്പം ഇല്ലാത്തത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നല്ല കാറ്റ്, ഞാനിപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ ആദ്യത്തെ ബോക്സ് തുറക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ തുറന്ന് ഇതാക്കി കൂടെ സമാധാനമായിട്ട് ചേട്ടാ. സമാധാനം. അപ്പോൾ ആദ്യത്തെ തുറന്ന് സരിതയിൽ കൊടുക്കണം. എന്തിട്ടത്? അത് ഇതിൻ്റെ പേരെന്തിട്ടാ? ആദ്യത്തെ സോസ് ഇങ്ങനത്തെ ഒരു സാധനം കേട്ടത്. അടുത്ത കവർ ഞാൻ പൊട്ടിച്ചു. നമ്മള് ഒറിജിനൽ ചൈനീസിലേക്ക് പോവാണ് കേട്ടാ. ഇതൊക്കെ കുറേ ഉണ്ട്. ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം തുറന്നാൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. പിന്നെ വേറെ എന്തെങ്കിലും ഇനി ചൈനീസ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇത് പ്രീമിയം ലൈറ്റ് സോയാ സോസ്. ഇത് പ്രീമിയം ഡാർക്ക് സോയാ സോസ്. രണ്ടും വേണ്ടി വരും. അപ്പോൾ അങ്ങനെ അടുത്ത് തുറക്കാൻ പോകട്ടാ. പാചകം ചെയ്യേണ്ട കൈ ധരിച്ചിട്ട് വെള്ളം കൊണ്ട് കൈ ധരിച്ചിട്ട് ഒരു കുട്ടികളുടെ കൗതുകമാണ് ഇതിനൊക്കെ. അയ്യോ, കൊറേ എനിക്ക് പൊട്ടിക്കാനുള്ള സാധനം കിട്ടി. ഇവർക്ക് തിരിഞ്ഞിട്ട് പൊട്ടിക്കാൻ ഇത് പൊട്ടിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലേ? ഏറ്റവും നേരം പോക്കുള്ള സാധന ഈ സാധനം. എല്ലാം ചില്ല് കുപ്പി ആയതുകൊണ്ടേ ഭയങ്കര പാക്കിങ്ങാ. എന്തൊരു സാധന വായിച്ചോക്ക്. അയ്യോ എന്തോരാ. ഇതെന്താ? ഓയിസ്റ്റർ സോസ്. അയ്യോ, അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് ചേച്ചി അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ വേണ്ട സാധനങ്ങൾ എന്തിട്ടിക്കാൻ നോക്കട്ടെ കേട്ടാ. നല്ല നേരം പോക്ക്. ആരാണ് കൂടുതൽ പൊട്ടിക്കാന്നുള്ളത്? അങ്ങനെ ആക്കരുത്. എനിക്കിങ്ങനെ ഓരോന്ന് ഇത് പൊട്ടിക്കാൻ ഇഷ്ടം, സമാധാനമായിട്ട്. ചേട്ടൻ വെകിളി പിടിച്ചിട്ടുണ്ടാവും, കൂടി ഒരുമിച്ച് പൊട്ടിക്കണ നോക്കിയേ. മതി, വാ തുടങ്ങാം.
അപ്പോൾ നമ്മൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ പോർക്കാണ് എടുത്തോണത്. പോർക്ക് 250 ഗ്രാമാണ് എടുത്തോണത് കേട്ടോ. 250 ഗ്രാമിനേക്കാൾ അല്പം കൂടുതലുണ്ട്. ഏകദേശം നമ്മളിത് തൂക്കം അപ്പോൾ നോക്കിയിട്ടൊന്നുമില്ല. ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടു വെച്ചു. അപ്പോൾ ഇത് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് 1 ഇഞ്ച് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കനം 1/4 ഇഞ്ച്. 1/4 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഏകദേശം കിട്ടുള്ളത് ഉള്ളർച്ചയില കൂടുതൽ തരുതാ. ഇതാ അല്ലല്ല അതെ ഇതിന് ചെറുതാക്കണ്ടേ? അതേ കാണിച്ചു തരാം. ഇതിന് കറക്റ്റ് ഇതേ ഇങ്ങനെയൊക്കെ കണ്ട ഇതേ ഇത്രയ്ക്ക് പോകുന്ന പീസുകളല്ലേ പറഞ്ഞത്. അത് മുറിച്ചൂടെ? 1 ഇഞ്ച് നീളം, 1 ഇഞ്ച് വീതി, 1/4 ഇഞ്ച് കനം ഏകദേശം. അതെ സ്ക്വയർ പീസുകൾ. കനം കൂടുതലുണ്ടോ? ഏയ് കനം ഭയങ്കര കൂടുതൽ പോലെ തോന്നുന്നു. ഇതിപ്പോ ഇതും തൊട്ടത് ഇപ്പോ ഇത് ക്യൂബായി. കനം കൂടി, കനം കുറക്കി. 1 ഇഞ്ച് ഇത്ര കനം മതി, ഭയങ്കര സ്ലൈസ് മതിയല്ലേ? എൻ്റെ പ്ലാൻ പൊളിഞ്ഞ പരിപാടി ഇതാങ്ങിയ കനം കുറയ്ക്കണല്ലേ? സരിത പറയുന്നത് കനം കുറയ്ക്കണമെന്നാണ് പറയുന്നത്. ഈ കനം മതിയാ എല്ലാം അങ്ങനെ ഒരേ ലെവലിൽ. ഈ കനം മതി അല്ലേ? നോക്കിയേ. അപ്പോൾ ഇതിന് കനം കുറയ്ക്കണം. ഇതിന് കനം കുറയ്ക്കാൻ പറ്റില്ല. നുറുക്കി കഴിഞ്ഞ് പോയി. അത് ഉണ്ട നമ്മൾ സാധാരണ കൂട്ടാൻ വെക്കാനായിട്ട് കഷ്ണം നുറുക്കില്ല, അതുപോലെ അത്. അതായത് അവരവിടുത്തെ പോലത്തെ ഇറച്ചിയല്ല നമ്മുടെ അവിടുത്തെ കിട്ടുന്നത്. കനം ഭയങ്കര കൂടുതലാന്ന് തോന്നുന്നു. അല്ലല്ലേ? ഇതൊന്നും ഒരു കനം എന്ന് പറയാനായിട്ട് ഇനി ഇതിലും കനം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഈ ലെവലാക്കാം. ഇതിങ്ങനത്തെ ആണെങ്കിലേ ഈ തൊലിപ്പുറല്ലേ, അതാണെങ്കിൽ സുഖമായിട്ട് നോക്കാൻ പറ്റുന്നത്. ഇങ്ങനത്തെ നോക്കുകയാണെങ്കിൽ സുഖം. ഇത് തൊലിപ്പുറം മാത്രല്ലേ? അതിന് ഉള്ള ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് ഷേപ്പ്. ചെറുതായി കിടന്നോട്ടെ. അല്ല ഷേപ്പ് കഷ്ണങ്ങളല്ലല്ലോ. ഒന്ന് കഴുകി കൊണ്ടുവരാട്ടാ. നമ്മൾ ഈ പോർക്കിൻ്റെത് കഴുകി കൊണ്ടു കേട്ടോ. അതിവിടെ മാറ്റി വെച്ചു. പിന്നീടുള്ളത് നോക്കിയാൽ 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ അത് 1 ഇഞ്ച് കനം. 1 ഇഞ്ച് കനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പം കേട്ടോ. അത് നോക്കിക്കോ. ഉടഞ്ഞു പൂഞ്ചേട്ടാ വറുത്തെടുത്തിട്ട് ഇതിനെ ഇളക്കുമ്പോ. അപ്പോൾ വഴുതനങ്ങ നമ്മൾ 1 ഇഞ്ച് കനത്തിൽ ഇതിന് കേടുണ്ടല്ലോ വഴുതനയ്ക്ക്. അപ്പം അത് വേണ്ട. അപ്പം അടുത്ത് എടുത്തോ. വേറെ വഴുതനങ്ങ ഞാൻ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ എടുത്തിട്ട് വരാം. 1 ഇഞ്ച് തിക്നെസ് കണ്ടാ. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് കനത്തിൽ വഴുതനങ്ങ മുറിക്കണം കേട്ടോ. മറ്റേ വഴുതനങ്ങയാവോ വലുത് ഉണ്ട? അല്ല അതാവുമ്പോ വട്ടത്തിൽ വലിയ വലിപ്പം വരില്ല അല്ലേ? അയ്യോ വഴുതനയ്ക്ക് കേടുകളുണ്ട്. ഞാൻ വേറെ എടുത്തിട്ട് വരട്ടെ. അവരോട് എടുത്തോ. നമ്മുടെ ഈ വഴുതനങ്ങ അതെ ഇങ്ങനെ പീസുകളാക്കിയിട്ട് 1 ഇഞ്ച് കനം. 4 വഴുതനങ്ങ എടുത്ത് കുറേ കേടുണ്ടായിരുന്നു. അതേനം ഉള്ളത് 4 എന്നല്ല 3 അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 3 കൊണ്ട് 6 വഴുതനങ്ങന്ന് കിട്ടിയത് ഇത്രയ്ക്ക്. ബാക്കി എല്ലാം കേട് ഭയങ്കര പോകും. ഇനി നമുക്ക് തീ കത്തിക്കാം. അടുത്ത പണിയിലേക്ക് പോവാം. ഈ വഴുതനങ്ങ നമുക്ക് ഇനി ഫ്രൈ ചെയ്യണം കേട്ടാ. നമ്മളെ വെയിൽ കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, സ്ഥലം മാറ്റി. അപ്പോൾ ഈ സോസുകൾ 3 തുറന്നു. അപ്പോൾ അതാദ്യം ഒരു കൂട്ടാക്കി വെക്കണം. അതാക്കി വെക്കാം. അതിന് മുന്നേ നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കത്. ഈ വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ വെക്കാം. വഴുതനങ്ങ ശരിക്കും ഒരു 4 മീഡിയം സൈസ് എണ്ണം വേണമെന്നാ പറഞ്ഞേക്കണത്. നമ്മൾ 6 എടുത്തിട്ട് നമുക്ക് ഇതാ കിട്ടിയേട്ടാ. അപ്പം ഇത് മതി എന്ന് വിചാരിക്കാം. അടുപ്പത്ത് വെച്ചു. എന്നിട്ട് പിന്നെ സൺഫ്ലവർ ഓയിൽ അവരുടെ ശരിക്കും എള്ളെണ്ണ ഉണ്ടല്ലോ, ഒറിജിനലായിട്ടുള്ള എള്ളെണ്ണയിലാണെന്ന് ഇത് ചെയ്യുക. അപ്പം നമ്മൾ എള്ളെണ്ണ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒറിജിനലാണോന്ന് നമുക്കറിയില്ല. നമ്മളെ ഈ പാത്രം ചൂടാകുമ്പോൾ നമ്മൾ ഇത് മുക്കി വറക്കണ്ട. ഇത് മീൻ വറക്കണ പോലെ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. മറച്ചിട്ടിട്ട് നമുക്ക് അപ്പുറം മറച്ചിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ചൂടായി തുടങ്ങി. ചൂട് തെങ്ങിൻ്റെ തടികൾ മുറിച്ചിട്ട് ഇങ്ങനെ നിരത്തി വയ്ക്കില്ലേ? ഞാൻ കണ്ടിട്ടില്ലേ തെങ്ങിൻ്റെ തടി മുറിച്ചിട്ട്. തീ കുറച്ച് ഈ സാൻ അല്ലടി. എന്നാ ഇതുകൊണ്ട് വേണമെങ്കിൽ എടുത്ത് വെച്ചോ. അല്ല ഇതിന് പാത്രത്തിന് ചെരിവുണ്ടെന്നുണ്ട്. അത് പിന്നെ ഉള്ളതാ. പാത്രത്തിനല്ല ഈ ടേബിളിനാണ് ചെരിവ്. എല്ലാ വട്ടവും പറയും ചേട്ടാ വെക്കുമ്പോൾ. അപ്പോൾ വറക്കട്ടെ. ഇത് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ സാധനം ചെയ്യാനുള്ളത്. ഇത് വേറൊരു കാര്യം ചെയ്തു വെക്കാനുള്ളത്, ഇത് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാനുള്ള സാധനം കേട്ടോ. ഈ സോസുകൾ പിന്നെ ഇതിൻ്റെ കൂടെ റൈസ് വൈൻ വേണം. റൈസ് വൈൻ
കിട്ടാത്ത കാരണം തൽക്കാലം ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കി. ഇത് എന്തോരം അളവ് വീതം വേണമെന്നറിയോ ചേട്ടാ? ടേബിൾ സ്പൂൺ നോക്കിയിട്ട് പിന്നെ ഈ ലാസ്റ്റ് സോസിന്റെ ടേസ്റ്റ് കുറവ് പോലെ തോന്നാണ് ചേർത്തോളം പറഞ്ഞു ലാസ്റ്റ്. ഈ ഹോഴ്സ് റാഡിഷ് സോസ് ഉണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ. അത് 2 ടേബിൾ സ്പൂൺ വേണം കേട്ടാ. ഓരോടി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയോണൈസിന്റെ മണം ഇല്ലേ? അപ്പൊ എനിക്ക് മണക്കണം. എന്നിട്ടൊരു പുളി മണം. ഇനി സോയ സോസ് 2 ടേബിൾ സ്പൂൺ. സോയ സോസ് ഒഴിക്കുന്നു കേട്ടോ, 2 ടേബിൾ സ്പൂൺ. ഇത് തേനിന്റെ മണം. ഈ സോയ സോസ് ഇത് കുലുക്കണ ഉപയോഗിക്കണേലും മുന്നേ ഇളക്കിയോട്ടെ. നമ്മള് പറഞ്ഞ പോലെ ഇവിടെ കിട്ടുന്ന സോയാ സോസിന്റെ മണല്ല കേട്ടാ, ഇതിനെ തേനിന്റെ മണം. ഇനി അടുത്ത് ഓയിസ്റ്റർ സോസ് 1 ടേബിൾ സ്പൂൺ. എന്ത് ഈ സാധനം? ഇതെല്ലാം ഫ്രിഡ്ജിലേക്കേണ്ടി വരും. നല്ല കട്ടിയുള്ള സാധനം. ഞാൻ മിക്സ് ചെയ്തോ? മിക്സ് ചെയ്തോ. ഇതിന് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കണം. ഒരു ഇത്രക്ക് ഉണക്ക ചെമ്മീൻ കഴുകി നമ്മൾ നന്നായി കഴുകിയിട്ട് ഒന്ന് ചൂടാക്കി വെള്ളം കളഞ്ഞ് വെള്ളം നനവ് കടന്ന് നട്ടത്. ഇത് നല്ലോണം പൊടിച്ച് നല്ല ഫൈനായിട്ട് പൊടിച്ചു കൊണ്ടുവരണം. ഞാൻ പൊടിച്ചിട്ട് വരാം. ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അതിൽ ഉപ്പ ഒന്നും ചേർക്കാണ്ട് വറുത്തെടുക്കണ്ട. ഒരു സാധനം പോലെ അതിൽ ചേർക്കണ്ട. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കണം. ഗോൾഡൻ ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് കറുത്താ ഇതൊക്കെ കറങ്ങണത്. താടി കഷ്ണങ്ങള് ചൂവല്ല. ഇത് മറച്ചു കേട്ടോ നമ്മള് പൊടിച്ചോണന്നു. ഇത് ശരിക്കും ഇങ്ങനെയല്ല. ഈ ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ, ചെമ്മീൻ്റെയാണ് മണം കൂടുതൽ നിൽക്കാന്ന് പറയണ ചേച്ചി. അപ്പോൾ ഉണക്ക ചെമ്മീനാവും എന്ന് വിചാരിക്കുന്നു. അത് ഈ ചൈനക്കാർ എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ചേർത്ത് പ്രോസസ്സ് ചെയ്തിട്ട് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നു. ഈ കായല്ലേ, കായം നമ്മളുടെ സാമ്പാറിലത്തെ കായം, ആ കായം പോലെ ഇരിക്കുന്നത് കട്ടിയിൽ, അതിൽ നിന്നൊരു കഷ്ണം കട്ട് ചെയ്ത് മുറിച്ചിട്ട് ഇതിലിടാണ് ചെയ്യാന്ന്. പക്ഷെ നമുക്കതൊന്നും ഇവിടെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ലേശം അധികം ആവരുത് ഈ ഉണക്കച്ചെമ്മീൻ. കാരണം ഉണക്കച്ചെമ്മീൻ്റെ മണം മുന്നേക്ക് ഭയങ്കരമായിട്ട് നിൽക്കരുത്. ഒരു ചെറിയൊരു മണം കിട്ടാനേ പാടുള്ളൂ, ഒരു ചെറിയൊരു ഫ്ലേവർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്ര എടുത്തത്. അതിനെ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ആക്കിയിട്ട് ഇവിടെ വയ്ക്കുക. കുറച്ചും കൂടിയും വേണ്ടി വരും തോന്നുന്നുണ്ട്, ഇത്ര സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഒരളവാണ് ആൾ പറഞ്ഞത്. ലാസ്റ്റ് ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ മണം കുറവാണെങ്കിൽ വീണ്ടും ചേർത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ, ഇനി അത് ഫ്രൈ ആവട്ടെ. നമ്മളിത് ഇത് എടുക്കണം കേട്ടോ. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ളത് എടുക്കാണ്. ഗോൾഡൻ ഒന്നും പറയാൻ പറ്റില്ല. അതായിട്ടില്ല. തീവ്രവിടെ നമ്മള് പോർക്കൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം ആദ്യമായിട്ട് ചെയ്യാട്ടാ. നമ്മളെ കുറെ കുത്തക സാധനങ്ങളുണ്ടല്ലേ, അത് വിട്ട് നമ്മൾ ഇതൊക്കെ മറിച്ചിട്ടതാ. ഒന്നുകൂടി മറിച്ചിടാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പച്ചക്കറി വഴുതനങ്ങ കരുതേ. മലയാളികളായിരുന്നു കുറവ് ഉപയോഗിക്കണല്ലേ, നമ്മള് നമുക്ക് ഇഷ്ടമില്ല അധികം. നമ്മളിതൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടി എണ്ണ ഒഴിക്കാം. ഈ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ കൂടി ഒഴിക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടി പൊടിയായിട്ട് എരിഞ്ഞത് ഇത്രയുണ്ട്. വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി, അതും പൊടി പൊടിയായിട്ട് എരിഞ്ഞത് ഒന്ന് വഴറ്റുന്നു. നമ്മളിത് മൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. വെളുത്തുള്ളി ഒരു വലിയ സബോള ആകുമ്പോൾ ഒരെണ്ണം സബോള കൊത്തി അരിഞ്ഞത് ഇടണം കേട്ടാ. നല്ല കാറ്റുണ്ട് ശരി. അത് കാരണം ഉറക്കം വരെ എനിക്ക്. ഇനി കുറച്ച് നേരം വേണമെങ്കിലൊക്കെ ഉറക്കം പോവും. ഈ വഴുതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഞാൻ നോക്കി വരണം ഇതിൻ്റെ ഇടയിൽ. അല്ലെങ്കിൽ കുറച്ചുള്ളൂ എണ്ണയിലേ ഉപ്പൊന്നും ചേർത്തിട്ടില്ലേ, പക്ഷെ നല്ല രസമാണ് തിന്നാനായിട്ട്. പരീക്ഷിച്ച് നോക്കണല്ലോ. സാധാരണ ഇങ്ങനത്തെ ചേട്ടത് എടുത്ത് കഴിക്കുമ്പോൾ എന്നോട് പറഞ്ഞതാ ഇതൊരു വാഹിക്ക് കൊള്ളില്ല കേട്ടോ ഈ സാധനം. അല്ല ഇപ്പൊ തിന്നാൻ
ഇതിൽ വേറെ ഒന്നും ചേർക്കാണ്ട് വെറുതെ വറക്കണതല്ലേ, അത് കാരണം ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാ. പക്ഷേ ടേസ്റ്റ് ഉണ്ടല്ലേ. സാധാരണ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അണ്ടിപ്പരിപ്പും ഉണക്കും മുന്തിരിയൊക്കെ വറുത്തും ഇതൊക്കെ ഉണ്ടാവും തിന്നാനായിട്ട്. ഇല്ല, എണ്ണ കുറവ് പോലെ തോന്നുന്നു. എന്തോരം എണ്ണ ഒഴിക്കണമെന്ന് നമുക്കറിയില്ല. ഞാനപ്പോൾ ഇത്തിരി കൂടി എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടാ. ആഹാ, എന്തിട്ട് ശബ്ദം അവരുടെ എന്താ സരിതാര ചെവി തുളഞ്ഞു കയറുന്ന പോലെയല്ല. എനിക്ക് കിട്ടുന്ന ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്. അല്ല, കേട്ട് 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 അത് പരിചയായി. അല്ലല്ല, കുറേ പ്രായമായിട്ടുള്ളവരല്ലേ, അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം എനിക്ക് പ്രായമാകുമ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? ആ, പ്രായം അത് നമുക്ക് ഓരോ സമയങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവില്ല. പണ്ടത്തെ ഇത്ര വയസ്സ് ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഇതിലേക്കിൽ വരുന്ന ഒരു ഇതില്ലേ 1990 മുന്നിൽ ജനിച്ചത്, അങ്ങനെ ഒരു ഇതല്ലേ. റൈനോൾസ് പേനകൾ, മറ്റേ റോട്ടമാക്ക് പേനകൾ ഉപയോഗിച്ചത്, മറ്റേ ആ പേനയുടെ വരുന്ന മറ്റേ പേനയുടെ പേര് റെനോൾസ് പേന അല്ല, രവീണയുടെ പരസ്യം ഉണ്ടായിരുന്നത് റോട്ടമാക്ക്. ആ പേന അത് പിന്നെയാണ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ മറ്റേ ഇതായിരുന്നു പണ്ടത്തെ ഹീറോ പേനൊക്കെ ഇല്ലേ, കാശിലൊരു നിബ് പേനായിരുന്നു. മഷി ഒഴിക്കണം നിബ് പേനേ. എനിക്ക് ഞാനും അതിന് ഉപയോഗിച്ചോടത്ത് ആ സാധനം ഈ നമ്മളിങ്ങനെ പേനയുടെ തുമ്പില്ലേ, അത് ചില സമയത്ത് അകന്നിട്ടുണ്ടാവും. എഴുതാൻ പറ്റില്ല, എന്തൊരു ബുദ്ധിമുട്ടാന്നറിയോ. എഴുതാൻ പറ്റില്ല. ഇനി പേന വാങ്ങിക്കണ നിബ് കുറച്ച് വാങ്ങിച്ചേക്കും, എന്നിട്ട് നിബ് മാറ്റിയിടും. നിബ് മാറ്റിയിടും. പിന്നെ ബോൾ പെൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഒരു 10 മറ്റേ അതിന്റെ ഇതില്ലേ മഷി ട്യൂബ്, അതൊപ്പം വാങ്ങിക്കും. എന്നിട്ട് മഷി കഴിയുമ്പോൾ ട്യൂബ് മാറ്റിയിടാ ചെയ്യലാണ്ട് ആരാ പേന വേറെ വേറെ വാങ്ങിക്കണ്. നിന്റെ കാലഘട്ടത്തിലൊക്കെ അതെ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ആ സാധനം ഇല്ല, ഉണ്ടായിരുന്നു. എനിക്ക് അപ്പൊ ചേട്ടൻ എന്തൊട്ട് പേനായിരുന്നു? ഹീറോ പെന്നായിരുന്നു. ഹീറോ പേന ഉണ്ടായിരുന്നു. നിബ് പേന, മഷി, മറ്റേത് മഷി കുപ്പിയിൽ നിറയ്ക്കും. മഷിയുടെ പേര് ചെൽപ്പാർക്ക്. ആ സാധനം എല്ലാ വീട്ടിലുണ്ടോ മഷി കുപ്പി. എന്നിട്ട് ഈ കൈ പൊള്ളി കഴിഞ്ഞാലേ, കൈ പൊള്ളി അവിടെ മറ്റേ ഇവിടെ മരക്കമ്പി തീ പിടിച്ചില്ലേ, നമ്മുടെ ഇതിവിടെ ഒരു മരക്കമ്പി തീ പിടിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് ഫയർ എഞ്ചിൻ കാണുന്നത് നമ്മൾ. ആ ഫയർ എഞ്ചിൻ വന്നിട്ട് പിന്നെ ആ വേലാതിട്ടേണ്ട കയ്യൊക്കെ പൊള്ളി, അതിൻ്റെ ഉള്ളിൽ അവരവിടേക്കൊക്കെ തീ പറന്നിട്ട് കയ്യൊക്കെ ആകെ പൊള്ളി. അപ്പോൾ ആള് മഷിയാണ് ഈ കൈമ്മ നിറച്ച് തേച്ച് നടക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച് ആളൊക്കെ ഭയങ്കര ഭാഗ്യവാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മഷിയൊക്കെ നമ്മൾ കൈമ്മയാക്കാനായിട്ടൊരു പ്രത്യേക ഒരു ആകർഷണമാണ്. കറപ്പ മഷി, നീല മഷി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് നമ്മളറിയാണ്ട് ഡ്രസ്സുമലൊക്കെ കൊണ്ടിട്ട് യൂണിഫോമിന്റെ വെള്ള ഷർട്ടുമലൊക്കെ ഓരോ വട്ടാവും, അതിന് കഴുകിയാ പോവും. അല്ല, ഡ്രസ്സിനാണെന്നല്ല, കൈമലൊക്കെ മഷിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആളെ കൈമ നിറയെ മഷിയായി. അപ്പൊ ആളൊക്കെ മഷിയാക്കി ആള് തീ പൊളൽ മാറ്റാനായിട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. ഭാഗ്യവാൻ. അതാക്കാൻ വേണ്ടിട്ട് വല്ല കൈ അങ്ങനെ പൊള്ളിച്ചാ ചേട്ടൻ? അല്ല, ചേട്ടനായ കാരണം പറയാൻ പറ്റില്ല, അതൊക്കെ ചെയ്യും. അന്ന് മഷിയൊന്നും കിട്ടാല്ലേ. അതാ അല്ല, പൊള്ളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാലോ. ഇത് മൂത്തുടങ്ങിട്ടാ സവോള. ഇത് മൂത്തുടങ്ങുമ്പോ നമ്മുടെ കുത്തിപ്പൊടി മുളകില്ലേ അതിടുന്നു. അത് എത്ര പറഞ്ഞത്? 1 ടീസ്പൂൺ കേട്ടാ കുത്തിപ്പൊടി മുളക്. ഇത് മൂക്കുമ്പോൾ നോക്കിയേ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതൊരു തക്കാളി വലുത്, ഒരു തക്കാളി കുനുകുനെ ആക്കി വെച്ചിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എടുക്കുക, വലുതാണെങ്കിൽ പറഞ്ഞത്. വലുതായിരുന്നു ജഗ്ഗു അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ ആയിരുന്നത് കുറഞ്ഞു തോന്നുന്നുണ്ട്. ഇതേ നമ്മളത് മൂത്തു. അപ്പോൾ നമ്മളിതിലേക്ക് തക്കാളി ഇടണം. തക്കാളി വാടിക്കൊണ്ടിരിക്കുക. ഞാൻ പോളിടെക്നിക്കിൽ പഠിക്കുമ്പോൾ ഉപയോഗിച്ചോടുന്ന ഹീറോ പെനയ്ക്ക് ഉപയോഗിച്ചോടുന്നത് ടർക്കിഷ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട് മഷി. അതേത് കളർ? പച്ച കലർന്ന കളർ പോലെ അല്ലേ? ഈ കളറാണ് കറക്റ്റ്, ഈ കളറാണ്. എഴുതുമ്പോൾ നല്ല ഭംഗിയാണ്. എൻ്റെ ഹാൻഡ് റൈറ്റിങ് തല്ലിപ്പൊളിയാണ്. അപ്പോൾ ഈ മഷി ഇങ്ങനെ കണ്ടിട്ട് ഇത്തിരി ഒരു ഭംഗിയാവട്ടെ വെച്ചിട്ട് ഇങ്ങനത്തെ ഞാൻ ഉപയോഗിക്കാറ്. എന്നിട്ട് പിന്നെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്തപ്പോൾ മാഷിൻ്റെ ചീത്ത കേട്ടു. സാറ് അവർ പച്ചമഷിയല്ല ഉപയോഗിക്കും. അപ്പോൾ ഏതാണ്ട് പച്ചയും ഇതും ഒരുപോലെ ഇരിക്കണ കാരണം സമ്മതിക്കില്ലേ, ചീത്ത പറയില്ല, ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഹാൻഡ് റൈറ്റിങ് മോശമായി എൻ്റെ പേരിൽ സ്ഥിരം റെക്കോർഡ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിൻ്റെയും ചീത്ത കേട്ടു.
വെറുതെ വളവളാന്ന് വർത്താനം പറഞ്ഞിരിക്കണം, നേരത്തിൽ സ്ലോവിൽ സമയം എടുത്ത് എഴുതിക്കൂടെ ചോദിക്കും എന്നോട് ടീച്ചർ. ഞങ്ങളുടെ ക്ലാസ് ടീച്ചറുണ്ട് സുജാത മിസ്. മിസ്സാണ് എപ്പോഴും പറയാൻ എന്നോട്. എൻ്റെ പേരൻസിനെ ഒന്ന് വിളിപ്പിക്കുന്നുണ്ട്, എൻ്റെ വർത്താനം കുറച്ച് കൂടുതലാ, അവരുടെ അടുത്ത് പറയണം ഈ വർത്താനം പറഞ്ഞിരിക്കാൻ കളയണ സമയം എടുത്തിട്ട് സ്ലോവിൽ എഴുതാൻ പറയും. എനിക്ക് സ്പീഡ് കൂടുതൽ എഴുതാൻ. അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ അതിനനുസരിച്ച് കോറി കോറി മോശം ഹാൻഡ് റൈറ്റിംഗ് ആണ്. ചേട്ടന് പിന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലേ? ടീച്ചേഴ്സിൻ്റെ കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടോ സ്കൂളിൽ അപ്പോൾ കിട്ടിയിട്ടുണ്ട്, നല്ല കൈയക്ഷരം എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ കാര്യമില്ല. എന്താ കാര്യമില്ല എന്ന് പറയുന്നത്? അത് ഉള്ളതിൽ ഭേദമെന്ന് 3-4 പേർക്ക് എഴുതാൻ, ശരി 3-5-6 പേർക്ക് എഴുതാറിയല്ലോ, ബാക്കിയുള്ളവർക്കൊന്നും എഴുതാനൊന്നും അറിയില്ല. അതിലുള്ളതിൽ ഭേദം നമ്മുടെ ഉണ്ടായിരുന്നു. നല്ല ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം നന്നായി പടം വരയ്ക്കും. പടം വരയ്ക്കാൻ അറിയുന്നവരുടെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. ധന്യരെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. ധന്യ നന്നായി പടം വരയ്ക്കും. എൻ്റെ ക്ലാസ്സിൽ എഴുതാനറിയ ഇപ്പം എന്നെ കൊണ്ട് ഇപ്പോൾ ഞാൻ 6-ലും 5-ലൊക്കെ പഠിക്കുമ്പോൾ ചെറിയേട്ടനൊക്കെ 9-ലും 10-ലേക്ക് പഠിക്കുന്നത്. അപ്പോൾ ചെറിയേട്ടൻ്റെ പുസ്തകങ്ങളിലൊക്കെ എഴുതി കൊടുത്തോളുന്ന ഞാനായിരുന്നു ഫുള്ള്. ഒരു 10 പേജൊക്കെ എഴുതാണ്ടാവും ചിലപ്പോൾ ഞാൻ തന്നെ എഴുതി കൊടുക്കും. നോട്ട് ബുക്കുകളിൽ പകർത്തി എഴുതാൻ വേറെ കൂട്ടുകാരന്മാരെ ഇത് കൊണ്ടിട്ട് നോട്ട് ബുക്കിൽ എഴുതി കൊടുക്കണത് ഞാനായിരുന്നു. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6-ല് 9-ലൊക്കെ പഠിക്കും. ചെറിയേട്ടനൊക്കെ 9-ലൊക്കെ പഠിക്കുന്നതായിരുന്നു. അപ്പോൾ 5, 2, 7, 2, 9, 5, 2, 7, 2, 9, 10-ല് അല്ല ചേട്ടൻ അല്ല ചേട്ടൻ 10-ലൊക്കെ പഠിക്കുമ്പോൾ ചേട്ടൻ 10-ല് പഠിക്കുമ്പോൾ അല്ല 10-ലാകുമ്പോൾ എത്രയായിട്ടില്ല 4 വരെ 8 എന്നാലും ഞാൻ എഴുതി കൊടുക്കും. ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ നന്നായി എഴുതി തുടങ്ങി. അത് 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ നന്നായി എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ നോട്ട് ബുക്കുകളൊക്കെ ഭയങ്കര ഭംഗിയാണ്, പുത്തനാണ്, നീല ചട്ടയിട്ട് വയലറ്റ് ചട്ടയിട്ട് നല്ല ഭംഗിയുള്ള നോട്ട് ബുക്കിലാണ്. അത് അതേ ഭംഗിയിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ അതിൽ തോന്നിയ പോലെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നോട്ട് ബുക്ക് ഇപ്പോൾ ക്ലാസ്സിലുള്ളവരൊന്നും അധികം എഴുതാറില്ലല്ലോ. അപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടികളുടെ ഞാൻ പുസ്തകം വാങ്ങിച്ചിട്ട് ആ പുസ്തകം കൊണ്ടിട്ട് പകർത്തി എഴുതണം. അപ്പോൾ പകർത്തി എഴുതുന്ന ചുമതല എനിക്ക് കണ്ടമാനോ ചിലപ്പോൾ 10 പേജൊക്കെ എഴുതാനായിട്ട് എഴുതിയെടുക്കണ്ടാവും ചിലപ്പോൾ. ഞാൻ എഴുതി കൊടുത്തോളണം, എനിക്ക് ഓർമ്മയില്ല, അത് ഇഷ്ടം പോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. സത്യമായിട്ടത് ഞാൻ ഞാനിങ്ങനെ കിടന്നിട്ട് ഇതിങ്ങനെ കിടന്നു അല്ല ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിങ്ങനെ ഇരുന്നിട്ട് എഴുതും, ഇങ്ങനെ ഇരുന്നിട്ട് എഴുതും. ആ ബുക്ക് നോക്കിയിട്ട് ഇങ്ങനെയുണ്ട് ഇങ്ങനെ എഴുതും. അല്ല ഇങ്ങനെ കിടന്നിട്ട് എഴുതാന്ന് നടപ്പരയിൽ കിടന്നിട്ട് എനിക്ക് ഓർമ്മയുള്ളതല്ല. ഞാനത് എന്തോരം എഴുതി കൂട്ടിയാണത്. നേരത്തെ പറയാൻ തോന്നിയോ? ഇത് എണ്ണ തെളിഞ്ഞു കേട്ടാ, തക്കാളിയുടെ എണ്ണ തെളിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ പോർക്ക് കഷ്ണങ്ങളാക്കിയതില്ലേ അത് ഇടുന്നു കേട്ടാ. ഇത് കിടന്നിട്ട് ഫ്രൈ ആവണം. 250 ഗ്രാമാണ് കേട്ടാ. ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കണ്ട. ജഗുവിന് ഇഷ്ടമാവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ജഗു മറ്റേ പോർക്കിൻ്റെ ചെയ്യാറില്ലേ ഒരു തൊലി കുറച്ചുള്ളോ, ഉള്ള കൂടുതൽ നമ്മൾ കയ്യിൽ മാറ്റിയിട്ടാ മറ്റോണ്ട് ഇളക്കുമ്പോഴേ മരക്കൈ കൊണ്ട് ഇളക്കുമ്പോൾ അടിയെ പിടിക്കുക. ഇതേട്ടാ മൂടി വയ്ക്കുന്നു, വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. അത് തുറന്ന് നോക്കാം. വെന്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. കുറച്ച് നേരം മൂടിയിട്ടല്ലേ, 5-6 മിനിറ്റ് കൂടി മൂടിയിട്ട് കഴിഞ്ഞാൽ ഒരു ഇല്ലാതെ. നമ്മുടെ ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഈ ലെവലായിട്ടാണ്. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇത് പോർക്ക് ശരിക്കും വേവണമല്ലോ സാർ. ഇതേ ഒരു 2 മിനിറ്റ് കൂടി കിടന്നോട്ടെ അല്ലേ? വെന്തുണ്ടാവും. ഇപ്പോൾ ഇത്ര സമയമില്ലേ, കുറേ സമയം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അടുത്ത സാധനം ചേർക്കാം. വെന്തുണ്ട്. അതെൻ്റെ ഒരു മനസ്സമാനത്തെ ഞാൻ പറയുന്നത്. മൂടിയിരുന്നാ നീ 2 മിനിറ്റ് കൂടി കേട്ടാ. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീൻ ഉണ്ട് കേട്ടാ. 250 ഗ്രാം ചെമ്മീൻ നന്നാക്കി കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. 2 മിനിറ്റായി. ഇതിലേക്ക് 250 ഗ്രാം ചെമ്മീൻ ചേർക്കണം കേട്ടോ.
ഇറച്ചി മീനും എന്ന് പറയും നമ്മൾ. ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല നമ്മള്. ഇറച്ചി മീനും അല്ലേ? ആ ഇറച്ചി മീനും. അപ്പോൾ ഇനി മൂടി വയ്ക്കണ്ട കേട്ടോ, മൂടി വയ്ക്കണ്ട എന്നിട്ട് പറഞ്ഞ. പണ്ട് എന്തെങ്കിലും സദ്യ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ഇറച്ചി മീനാന്ന് പറയും. ഇതിപ്പോൾ ഒരെണ്ണം വെച്ചാൽ മതി. ഇറച്ചി മീനായി. ആ ചെമ്മീൻ മീനിൻ്റെ കണത്തിൽ തന്നെ ഇവിടത്തുള്ളൂ അല്ലേ? ചെമ്മീൻ പക്ഷെ നമ്മള് റോസ്റ്റ് ചെയ്യുമ്പോ ഇറച്ചി വയ്ക്കണ പോലെ കൂട്ടാൻ വയ്ക്കുന്നതല്ലേ ചെമ്മീൻ? കായിട്ടിട്ട്. ഇതിൻ്റെ രുചി അറിയാൻ ഞങ്ങൾ ആഗ്രഹിച്ച് കാണും. ചെമ്മീൻ കുറേ നേരം കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെയാവും. ഞാൻ അടി പിടിക്കില്ലേ, വെള്ളം ഉണ്ടാവില്ലേ ഇത്. നമ്മൾ ചെമ്മീൻ ഇട്ടിട്ട് ഒരു 5-8 മിനിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് വെണ്ടക്കായ അല്ല വഴുതനങ്ങ ഫ്രൈ ചെയ്ത്. ഇത് വരെയായിട്ട് ഉപ്പ് എന്ന് പറഞ്ഞ സാധനം ഇതിൽ ചേർത്തിട്ടില്ല ഇതാട്ടാ. ഇതിലേക്ക് നമ്മളെ ഇങ്ങനെ ഇതിലേക്ക് നമ്മളെ ഉണക്കച്ചെമ്മീൻ പൊടിച്ചത് കൂടിയിട്ട് ചേർക്കണം കേട്ടോ. അത് ഇതിൽ ചേർക്കാം. സോസ് കുറവ് തന്നെയല്ലേ? സോസ് കുറവാണ്, ഇതിൻ്റെ അളവിലേക്ക് ഉള്ളത് കുറവാണ്. ഇനി ഉപ്പ് നോക്കേണ്ടി വരില്ല നമുക്ക്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് സോസ് തിരിഞ്ഞ് ഒഴിക്കാം. അപ്പോൾ ഉപ്പിടണം പറഞ്ഞിട്ടില്ല. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. സോസ് കുറവാന്ന് തോന്നി സോസ് ചേർക്കുക. നമ്മളതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു സ്വല്പം ഉപ്പിൻ്റെ പറയുന്നത് അത്ര ഉണ്ട്, അതിന് പകുതി മതിയില്ലേ. ഇത്തിരി ഉപ്പിടുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കിയപ്പോഴേ സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഇനി നമ്മളിലേക്ക് കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. കുരുമുളക് പൊടി ഒരു ടീസ്പൂണാ. അയ്യോ, കുരുമുളക് പൊടിയുടെ അളവ് ഒരു ഐഡിയ അനുസരിച്ച് ചേർക്കാം. അത് ചേർത്തു. ഇനി മല്ലിയില വിതറണു. സ്പ്രിംഗ് ഓണിയൻ വേണമെങ്കിൽ ആക്കാട്ടെ, നമുക്ക് വേണമെങ്കിൽ ഇടാം. സമയത്ത് സ്പ്രിംഗ് ഓണിയനൊക്കെ ഇടണമെങ്കിൽ ഇടാം. ഇപ്പോൾ നമ്മളത് സ്പ്രിംഗ് ഓണിയൻ വാങ്ങിക്കാൻ മറന്നുപോയി. ഇവിടെ ഉള്ളത് ആയിട്ടില്ല, ഉള്ളി വലുതാവണല്ലോ. അങ്ങനെ നമ്മുടെ സാധനം റെഡി ആയി. ഓഫ് ചെയ്യാം. സോസ് ഒഴിച്ചിട്ട് 2-3 മിനിറ്റ് സമയം ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സാധനം റെഡിയായി. ഒരു പ്രത്യേക സാധനമല്ലേ? പ്രത്യേക സാധനം അതിൻ്റെ നമ്മളിതിലേക്ക് എടുത്തിരുന്നു കേട്ടോ. കൊറിയൻ ഡിഷാണത്. ചൈനീസ് ചൂടറിയാ? ആ ചൂടാറിയിട്ടുണ്ട്. ജഗു ഉഗ്രങ്ങ പീസ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ കേട്ടോ സാധനം. മിനി ചേച്ചിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, നമുക്കിത് ഇഷ്ടപ്പെടാവോ. നല്ല രസമുണ്ട് കേട്ടാ. അടിപൊളി. നോക്കിയേ, ചെമ്മീനും പോർക്കും, വഴുതനങ്ങയും ചെമ്മീനും. ജഗുവിന് ഇഷ്ടമായ വഴുതനങ്ങയും ചെമ്മീനും. പോർക്ക് തന്നെ. വഴുതനങ്ങയൊക്കെ എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഇതിൻ്റെ ഒപ്പം കഴിക്കുമ്പോഴേ നിറയുള്ള ഇറച്ചിയല്ലേ ജഗു. അവനോട് ചെമ്മീൻ കഴിക്കാനും നല്ല രസമുണ്ട് ലേലത്തെ. ഒന്നും മോശമല്ല, എല്ലാം അടിപൊളി. വഴുതനങ്ങ കഴിച്ചിരിക്കുക, വഴുതനങ്ങ ടേസ്റ്റ് ഒറ്റ. അതിൻ്റെ ഒപ്പം ചെമ്മീനും കഴിക്കും. എന്നാൽ ഈ പോർക്കിൻ്റെ സോറി ഉള്ള രണ്ടും ഒരുമിച്ച് വെച്ചു. ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി കേട്ടോ. അപ്പം മിനി ചേച്ചിയോട് പറയണേ, സൂപ്പർ സാധനം ഉണ്ട്. ഇപ്പം നമ്മൾ എല്ലാവരോടും ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ ഈ സോസുകളൊക്കെ ഇവിടെ കിട്ടണം. വാങ്ങിച്ചിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അല്ലാണ്ട് അവിടേക്ക് പോയിട്ട് വരാം. ഒരു പാത്രത്തിൽ കൊണ്ടുപോയിട്ട് അപ്പം അല്ലാണ്ട് അവിടേക്ക് കൊണ്ടുപോകണം കേട്ടോ. മൂടി വെച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയെന്ന് അറിയിട്ടാര്. ഒക്കെ ജീവിതത്തിൽ വല്ല ഇവിടേക്കോ പോയിട്ട് വരുമ്പോൾ പോയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണല്ലോ. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്നതും ഒരു അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യമാണല്ലോ. ചേച്ചി അല്ലേട്ടാ അവിടെ ഉണ്ടാ, ഞാനൊരു സാധനം ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാം. ഒരു ടീസ്പൂൺ എടുത്താ നല്ല രസമുണ്ട്. വില ഒറിജിനൽ ഹോങ്കോങ്ങിൽ നിന്ന് അല്ല ചൈനീസ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ആക്കിയിട്ടുള്ളതാണ് സോസുകളൊക്കെ. അത് വഴുതനങ്ങ ചെമ്മീൻ പോർക്ക്, ഇതാണ് സാധനം. അത് വഴുതനങ്ങ നല്ല രസമുണ്ടെന്നാണ് പറയണത്. കണ്ട തിരിയുള്ള നീ ചൈനയിലൊക്കെ പോയി തിന്നെ പോലെ എങ്ങനെയാണ് പച്ചക്കറിയുണ്ട്. ഇതിന്റെ നടന്നോ എന്നിട്ട്
വഴുതനയും ചെമ്മീനും പിന്നെ പോർക്കും. വഴുതനയും ഞങ്ങൾ ഒറ്റണം കളയില്ലേ? അല്ല അതിൻ്റെ ആൾക്കാരായിരുന്നു.